എങ്ങനെ ശംഖുപുഷ്പത്തിന്റെ പ്രത്യേകത പേര് ശംഖുപുഷ്പം, പക്ഷെ ഇത് അതിന്റെ പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ശംഖ് പോലെ ഇരിക്കണില്ലേ, അതിനൊരു ഇതില്ലേ? മദ്ദളം കൊട്ടൊരു താളത്തിൽ 5,28,ാമത്തെ ചോദ്യം. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന അബി വാട്ടർഫാൾ. ഇവനെന്താ മറ്റേ ഇതൊക്കെ എടുക്കുന്ന അല്ല ഞാൻ ഒരു ഇൻട്രോ പ്ലാനൊക്കെ മച്ചനായിരുന്നു. ഓക്കെ ഓക്കെ മച്ചാൻ പറഞ്ഞ മച്ച ഒരു ഞാനുണ്ട് സ്പെഷ്യലി വീഡിയോയില്. അല്ല മച്ചാ ഇത് സ്ഥലം വേറെ സ്ഥലം കാണിക്കാനല്ല നമ്മൾ തന്നെ മച്ചാണോ സ്പെഷ്യലി. സോറി ഗൈസ്, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. ബൈ. അപ്പൊ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കേണ്ട. നമ്മളിത് ഇപ്പൊ നിക്കുന്നത് മടിക്കേരിയിലാണ്. മടിക്കേരി ഇന്ന് രാവിലെ എത്തി. ഇപ്പൊ സമയം 6:45. പക്ഷെ ഇവിടെ തുറന്നിട്ടില്ല. അതാണ്. അതെ, 7 മണിയാവും ടിക്കറ്റ് കൊടുക്കാൻ എന്നാണ് പറയുന്നത്. 7 മണിയല്ലേ? 7 മണിക്കാണ്. എന്താ ഇവിടെ കാഴ്ചകൾ പറഞ്ഞത്? നമ്മൾ വന്നിട്ടുള്ളത് വെള്ളച്ചാട്ടത്തിലാണ്. ഇവിടെ അതായത് നമ്മൾ മടിക്കേരി ഇങ്ങനെ പ്ലാൻ ആക്കിയിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ. അതെ, കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കുളിക്കാതെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൽ വന്നിട്ട് കുളിക്കാൻ വേണ്ടിട്ട് എല്ലാവരും ഞങ്ങൾ ഇന്ന് മൊത്തം കൂർഗ് എക്സ്പ്ലോർ ചെയ്യാൻ പോകണം ഗൈസ്. അപ്പൊ ഞങ്ങൾ രാവിലെ ഫസ്റ്റ് തന്നെ ഞങ്ങളെ വീട്ടിൽ നിന്ന് എത്ര മണിക്ക് 3 മണി ഒക്കെ ആയി. 4 മണിക്ക് ഇറങ്ങിട്ടോ. ഇവരൊക്കെ എനിക്ക് ലേറ്റ് ആയി. ഫുൾ സ്റ്റോറി പറയാൻ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെ നാട്ടിൽ നിന്ന് പോന്നു. രാത്രി മച്ചാന്റെ വീട്ടിലെത്തി. രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോ കാസർഗോഡ് എത്തി. അവിടുന്ന് മച്ചാന്റെ വീട്ടില് ഞങ്ങൾ സ്റ്റേ അടിച്ച് ടെന്റൊക്കെ അടിച്ചിട്ട് അവിടെ പാറപ്പുറത്ത് പോയി സ്റ്റേ ഒക്കെ അടിച്ച് എന്നിട്ട് രാവിലെ എണീറ്റ് നേരെ കുളിച്ച് മാറ്റി ഇങ്ങോട്ട് വന്നിട്ടാ. ഇവിടെ വന്നിട്ട് കുളിക്കാനുള്ള പ്ലാൻ ഒന്നുമില്ല. പിന്നെ കോളി നമ്മളെ പാട്ടി കുളിക്കും ഇല്ല. നൈസായിരുന്നു. ഈ ട്രിപ്പെല്ലാം പ്ലാൻ ചെയ്ത് ഒരു വർഷമായിട്ട് കുളിക്കാതെ നിൽക്കുന്നതാണ്. ഇത് ഷാനുണ്ട്. ഷാനു നോക്കിയടാ, മുഴുപ്പിലങ്ങാടി ഷാനു വന്നിട്ടുണ്ട്. ചെറുവത്തൂര് എവിടെ? ചെറുത്തൂര് റെയിൽവേ മാസ്റ്റർ ഉണ്ട്. ഷൂട്ടുണ്ടാ? അനീഷ് ബ്രോ. നമ്മളെ വ്ളോഗിൽ ഇതുവരെ വരാത്ത ആളാണ് അനീഷ്. നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗ് ഇല്ലായിരുന്നല്ലോ. ന്യൂ ഇയറിനൊക്കെ ഉണ്ടായിരുന്നു. ന്യൂ ഇയറിന് നമ്മൾ ട്രിപ്പ് പോയ സമയത്തൊക്കെ അനീഷ് ഉണ്ടായിരുന്നു. നമ്മൾ മൊത്തം ഈ ടീം തന്നെ ആയിരുന്നു. അന്ന് വൈഷ്ണവും കൂടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ വൈഷ്ണവില്ല. ചില സാങ്കേതിക തകരാറുകൾ മൂലം വൈഷ്ണവിന് ട്രിപ്പിൽ വരാൻ പറ്റുന്നില്ല ഗൈസ്. മച്ചാനോടെ വ്ളോഗ് എടുത്തോണ്ടിരിക്കട്ടെ. അപ്പൊ നമ്മളിത് മടിക്കേരി എന്ന് പറഞ്ഞ പോലെ 3 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഭാഗം ഒരു ടച്ചും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എത്തിയ ഒരു വാട്ടർഫോൾസ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒക്കെ. അതായത് ഇവിടെ ടിക്കറ്റ് എന്തോ എടുക്കണം. ഇവിടെ ആളുകളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഇതിൻ്റെ ഒരു ടീം അപ്പുറത്തുണ്ട്. കർണാടക ആൾക്കാരാണ്. കർണാടകയിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. അപ്പൊ ഗൈസ് നമുക്ക് കാഴ്ചകളിലേക്ക് പോവാം ഗൈസ്. എങ്ങനെ ശംഖുപുഷ്പത്തിന്റെ പ്രത്യേകത പേര് ശംഖുപുഷ്പം, പക്ഷെ അതിന്റെ പേരുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ശംഖ് പോലെ ഇരിക്കണില്ലേ, അതിനൊരു ഇതില്ലേ? ശംഖ് അത് നോക്കുന്നു ശരിക്ക്. സാനുവിനെ നീ അതിനെന്താണ് പേരിട്ടിരിക്കുന്ന പറ. ഇതിന് വേണമെങ്കിൽ കോളാമ്പി എന്നിടാണ്. കോളാമ്പി വേറുന്നുണ്ട്. കോളാമ്പി വെച്ചതുണ്ട്. പിന്നെ വൈറ്റ് തേങ്ങയാണ്. ഞങ്ങളുടെ അല്ല മഞ്ഞാണ് കോളാമ്പി. വയലറ്റാ ഉണ്ടാണ് ഞങ്ങളുടെ മറ്റേ മഞ്ഞ കളർ കോളാമ്പി. ഒഫീഷ്യൽ കോളാമ്പി നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ കോളാമ്പിയ ആ നീല കളറാ. കേട്ടോ നീ വാ വീട്ടിലോട്ട് വാ കേട്ടോ. അല്ലടാ നിനക്ക് ഏട്ടനാണ്. ഏതാ പൃഥ്വിരാജിന്റെ പാട്ട് ഏതായിരുന്നു വെച്ചാ? പൃഥ്വിരാജ് ഫാൻസിന്റെ മദ്ദളം കൊട്ടൊരു താളത്തിൽ ഞങ്ങള് വരുമ്പോ പൃഥ്വിരാജ് ഫാൻസിന്റെ ഒരേ പാട്ട് ഇട്ടിട്ടായിരുന്നു എന്ന്. അതെടുത്താ കോപ്പിറൈറ്റ് ആവോ? സ്പീക്കറുണ്ട്. ആ ഉണ്ട്.
ഗൈസ് അപ്പൊ നമ്മളൊന്ന് വണ്ടി കണ്ടത് ഈ വണ്ടി റെന്റിന് എടുത്തിട്ടാണ് നമ്മൾ വന്നിട്ടില്ലേ അടുത്തൊരു 4 ദിവസം അല്ലേ 4 ദിവസത്തേക്ക് റെന്റിന് എടുത്തിട്ട് ഈ ചെക്കനെ കൊണ്ടാണ് നമ്മൾ കറങ്ങുന്നത്. നമ്മളെ വണ്ടി വർഷോപ്പിൽ വെച്ചേക്കാണ്, അതുകൊണ്ടാണ്. അതെ 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 വണ്ടി ഷോറൂമില് അതുണ്ട്. BMW W സീരീസാ അങ്ങനെ സീരീസ് ഉണ്ടോ മച്ചാ? ടിക്കറ്റ് നമ്മൾ വിചാരിച്ചാലും കൂടുതലാണ്. കുഴപ്പമില്ല, ബഡ്ജറ്റ് താങ്ങുവോ? നമ്മളിപ്പോ കുറച്ച് ഫ്രീ ഓഫീസിന് പോകുന്ന സാധനങ്ങൾ പിടിക്കേണ്ടി കേട്ടോ. അതെ, 50 രൂപ പറഞ്ഞ 5 പേർക്ക് അല്ല അത് ശരിയാണ്. 5 പേർക്ക് 50 രൂപ അല്ലെന്ന് പറഞ്ഞാൽ നമ്മള് 2 രൂപ ടിക്കറ്റ് പ്രതീക്ഷിച്ച് നമുക്ക് രാവിലത്തെ ഭക്ഷണം ഉച്ച അമ്പലത്തിൽ ഇനിയിപ്പോ ഫുഡ് ഇല്ലാതെ നമുക്ക് പൈസ കളിക്കരുത്. കുറച്ച് ഓവറാണ് ഇതാ കോഫി പ്ലാന്റേഷൻ. അല്ല അത് വേറെ, ഇതാ ഇതാണ് കോഫി പ്ലാന്റേഷൻ. ഓക്കെ, വെറുതെ തള്ളി വിടാതെ എന്തിനൊക്കെ ഉള്ളത് പറയണേ. പുറത്തുനിന്ന് 10 രൂപ കിട്ടുന്ന കോഫി ഒക്കെ വെച്ചിട്ട് എന്താ മോനെ എന്താ എടാ ഷാനുവനെ എടാ അത് വേസ്റ്റ് പിന്നടാ. ഗേളായിരിക്കും അല്ലേ? ഫ്രണ്ടിന്റെ അന്യത്തി. ഹലോ ഗൈസ്, നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ ഹാപ്പി വാട്ടർഫാൾസിന്റെ മറ്റൊരു ദിവ്യദൃഷ്ടമായ ഒരു അഗാധമായ ഒരു സംഭവത്തേക്കാണ്. യൂട്യൂബേഴ്സിനെ കൊണ്ട് തട്ടി നടക്കാൻ വയ്യെന്ന് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എല്ലാരും കൂടെ എങ്ങനെ ഗൈസ് പറഞ്ഞിട്ട് ഇതെന്ത്? ഇതാണ് ഇവിടുത്തെ ചുണ്ണിക്കായ. ആയുസ് വർദ്ധിക്കുന്ന ഒരു ഐതിഹ്യം ഉണ്ടായിരുന്നു മടിക്കരി പണ്ട് കാലത്ത്. അത് കഴിക്കുന്ന ഞങ്ങൾ ഇതിൽ കാണിക്കുന്നില്ല. ഇത് കഴിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു. കർമ്മക്കായ, കർമ്മത്തിക്കായ അല്ലല്ലോ. ആയുസ് കർമ്മത്തി പറഞ്ഞ എന്താ പറയോ? നമ്മളെ പപ്പായല്ലേ, പപ്പായല്ലേ ഇനി പറയാം. കർമ്മം ചെയ്യുന്ന സ്ത്രീ, അതാ കർമ്മത്തി. കർമ്മസ്ത്രീ അല്ലേ? 5,28,000 ചോദ്യം. നമ്മളിപ്പോൾ കാണാൻ പോകുന്ന അബി വാട്ടർഫാൾസ് വലുതോ അല്ലെങ്കിൽ ചെറുതോ? ഗുരുജി ഓപ്ഷൻസ്: ഓപ്ഷൻ എ വലുത്, ഓപ്ഷൻ ബി ചെറുത്, ഓപ്ഷൻ സി വലുതല്ല ചെറുതല്ല, ഓപ്ഷൻ ഡി ചെറുതല്ല വലുതല്ല, ഓപ്ഷൻ വലുതല്ല ചെറുതല്ല. എന്തല്ല എന്ത് പറയുന്നു? ഞാൻ എന്ത് എന്ത് ഞാന അതെന്താ ആനയുടെ പ്രതിമയുടെ അത് കണ്ട് പേടിച്ചിരിക്കുന്നു ആനക്കുട്ടി. എടാ ഇത് ഇവിടെ ഉണ്ടായിരുന്നു, പുറത്തു കൊണ്ടിട്ട് ഇവനെന്താടാ ഗൈസ് നല്ല വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാ. ഇതിന്റെ അപ്പുറത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ, കൂടുതലൊന്നും നടക്കാനില്ല. അനീഷ് കുറെ നടക്കാണ്ടാ ഇപ്പുറത്ത് തന്നെ അല്ലേ? അത് തന്നെ അടുത്ത് തന്നെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം, വൈബ് വൈബ്. ഈ രാവിലെ ഭയങ്കര നല്ല രസമുണ്ട് ഇവിടെ. അതായത് കിളികളെ സൗണ്ട് ഇതൊക്കെ ആയിട്ട് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി, ഫ്രഷ് എയർ. വാവ്, നമ്മൾ വാട്ടർഫാൾസിൽ അടുത്തെത്തിയിട്ടാ. വാവ് വാവ് വാവ്. ഗൈസ് അവിടെ കാണുന്ന ആ ഒരു പാലം ഒരു 2-3-4 വർഷം മുമ്പ് വന്ന ഇവിടെ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്നാണ് മൊത്തം. അതിനുശേഷം പിന്നെ അതവർ റെഡിയാക്കിയിട്ടൊന്നുമില്ല. ഇതാണ് ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാനുള്ള ഒരു വാട്ടർഫോൾസ്. നൈസാണ്, കുറച്ച് ഹൈറ്റിൽ തന്നെ വരുന്നുണ്ട്. ഇതിൽ ഒന്നുകൂടെ ടോപ്പിലുണ്ട്, പക്ഷെ നമുക്ക് അത് കാണുന്നില്ല ഇവിടുന്ന്. ഗൈസ് അതിൻ്റെ മുകളിലുണ്ട് കേട്ടോ, നമുക്ക് ഇവിടുന്ന് കാണുന്നില്ല എന്നുള്ളൂ. കുറച്ച് ബാക്കിൽ നമ്മൾ നടന്നു വരുന്ന സമയത്തൊക്കെ അതിന് മുകളിലൊക്കെ കറക്റ്റ് കാണാമായിരുന്നു. ഇതൊന്നുകൂടെ ലെങ്ത് ഉണ്ട്, 2 തട്ടായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ കാണാത്തത്.
അപ്പൊ ഗൈസ് അപ്പൊ നമ്മളിവിടുന്ന് തിരിക്കായിട്ടാ ഗൈസ് എല്ലാവർക്കും വിശന്നു തുടങ്ങിയിട്ടാ. നമ്മള് ചായ രാവിലെ അവിടുന്ന് വരുന്ന വഴിക്ക് ചായ കുടിച്ചായിരുന്നു, ഞാൻ കുടിച്ചില്ലായിരുന്നു, ഇവരൊക്കെ ചായ കുടിച്ചായിരുന്നു. വിശക്കുന്നുണ്ടാ? രാവിലെ കുളിയും കൂടെ കഴിഞ്ഞതുകൊണ്ട് വിശക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ എല്ലാരും കയറിക്കൊണ്ടിരിക്കട്ടെ. ഷാനു മച്ചാനടുത്ത് ചോദിക്കുന്നത് തെണ്ടി തരാണ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. ഇവിടെ ആഴ്ചയിൽ ഒന്നും വന്നല്ലേ, വാറായിരുന്നല്ലേ? അതെ, അതാണ് ഈ അതെ ശരിയാ മഴക്കാലത്ത്. അല്ല ഇപ്പൊ എന്തായാലും ഒരു ദിവസം കറങ്ങാനുള്ള എല്ലാം കൂടുതലുണ്ട്, അത് നിങ്ങൾ ഈ വീഡിയോ ആണോ മനസ്സിലാവും. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിത് നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നുട്ടോ. ഇവിടെ ഇത്രേ ഉള്ളൂ കാണാൻ, ആ ഒരു വാട്ടർഫാൾസ് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത സ്പോട്ട് എത്തിയില്ല. ഇന്ന് മൊത്തം നമ്മൾ കറക്കന്നെ, കൂർഗ് മൊത്തം ഇന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ ശേഷം നാളെ വയനാട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഷാൻ എടാ എങ്ങനെ ഉണ്ടായിരുന്നടാ സ്പോട്ട്? എടാ നീ ആർട്ടിഫിഷ്യൽ ആക്കണ്ട, സത്യം പറഞ്ഞാൽ മതി. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അല്ല അത് ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വെള്ളച്ചാട്ടം കാണുന്നത്. ഇവന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? ഇവിടെ വന്നിട്ട് അവിടെ ആനയില്ലേ, ആനക്കുട്ടി, അതാണ് അതായത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നല്ലേ. അതെ ഷാനു, അതായത് നമുക്കില്ലേ ടിക്കറ്റിനുള്ള പൈസ ഇവിടെ നിന്ന് ഒപ്പിക്കാം. കുറച്ച് ബോട്ടിൽ ഇട്ടിക്കഴിഞ്ഞാൽ അത് പെറുക്കി വിറ്റിട്ട് അതിലൂടെ ഇടുന്നു, ഇതിലൂടെ വരുന്നു. ഗൈസ് ഓറഞ്ചാണ് കേട്ടോ കാണുന്നത്, ഓറഞ്ചിന്റെ മരമാണത്. മച്ചാ ഓറഞ്ച് വേണോ? ഓറഞ്ച് അതെ ഓറഞ്ച് ഓറഞ്ച് ശരിക്കും ഓറഞ്ചാ? അല്ല പച്ച അല്ല, അതെ അത് ഓറഞ്ച്, അത് പച്ചയാണ് കളറ്, പക്ഷെ ഓറഞ്ചാണ്. ഇപ്പൊ കണ്ടിട്ടില്ലേ, ഇപ്പൊ പച്ചയായിട്ട് തോന്നും, പക്ഷെ ശരിക്കും ഓറഞ്ചാ ഗൈസ്. അപ്പൊ നമ്മളിതേ ഇന്ന് ഈ സ്പോട്ട് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സ്പോട്ട്. അടുത്ത എങ്ങോട്ടാ അനീഷ പോകുന്നേ? ഗൈസ് അത് ഞാൻ ഇടൂല ഗൈസ്. എന്താ നമ്മൾ ഇനി അടുത്തത് വേറെ സ്പോട്ട്, അവിടെ തിരി കറങ്ങാട്ടാ. അപ്പൊ അബി ഫോൾസ് കഴിഞ്ഞ് നമ്മളത്തെ കയറിക്കൊണ്ടിരിക്കുന്നത് മേലോട്ട്. ഇവിടെ മച്ചാവിടെ വ്ളോഗ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മച്ചാന്റെ വ്ളോഗ് വിവേക് വൈശാഖ് എന്ന ചാനൽ നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ മൊത്തം ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം മച്ചാൻ്റെ ഉണ്ടോട്ടെ. 10 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ടില്ല. അപ്പൊ ഗൈസ് ഇനി അടുത്ത സ്പോട്ടിൽ നിന്ന് കാണാം. ബൈ. ഓക്കെ ചില്ലല്ലേ ഫുഡ് കഴിക്കണം, ബൈ.